കാത്തിരിപ്പിനൊടുവിൽ ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖം തൊട്ടു. സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരണം. ട്രയൽ റൺ ഉദ്ഘാടനവും ഔദ്യോഗിക സ്വീകരണവും നാളെ. വിദ്യാഭ്യാസവും തൊഴിലും തേടി യുവാക്കൾ രാജ്യം വിടുന്നത് സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. യുവാക്കളുടെ മനോഭാവം കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്യു കുഴനാടൻ MLA. ശമ്പള സ്കെയിലിൽ കേരളം പിന്നിലെന്നും വിമർശനം. നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ ഇന്നത്തെ ഒരു തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അവർക്ക് പ്രതീക്ഷയില്ല സാർ. അവര് ഈ നാട് വിട്ട് പോയില്ലെങ്കിൽ അത്ഭുതം. കാരണം വിദ്യാർത്ഥി കുടിയേറ്റം ആഗോള പ്രതിഭാസമെന്ന് മന്ത്രി R. ബിന്ദു. വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുക എന്നുള്ളത് ഗ്ലോബലൈസേഷന്റെ കാലത്ത് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല, തടഞ്ഞു നിർത്തേണ്ട കാര്യവുമില്ല. കാസർഗോഡ് +1 വിദ്യാർത്ഥിക്ക് നേരെ മുതിർന്നവരുടെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. പീഡനത്തിനിരയായത് ചിത്താരി ഇമാദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക്. സാമൂഹ്യ മാധ്യമത്തിൽ വിമർശിച്ച പാർട്ടി അനുഭാവിക്ക് CPIM നേതാവിന്റെ ഭീഷണി. ബാലകൃഷ്ണൻ എന്നയാളെ അസഭ്യം പറഞ്ഞത് കുന്നമംഗലം ഏരിയ സെക്രട്ടറി P. ഷൈജു. പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അവിടെ വന്നടിക്കുമെന്നും ഭീഷണി. ഷാഫി പറമ്പിൽ MP-യുടെ നന്ദി പ്രകടനത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചത് വിവാദത്തിൽ. ചീക്കോന്ന് ഈസ്റ്റ് MLA P. സ്കൂൾ അധികൃതർ കുട്ടികളെ എത്തിച്ചത് സ്കൂൾ പ്രവൃത്തി ദിനത്തിൽ. PSC കോഴ ആരോപണത്തിൽ വസ്തുതകൾ പുറത്തുവരണമെന്ന് പ്രമോദ് കോട്ടുളി. ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ബോധ്യപ്പെടുത്തും. ഞാൻ എൻ്റെ പൊതുജീവിതത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നു. എൻ്റെ കുടുംബജീവിതം, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കളെല്ലാം. പ്രതികരണം പാർട്ടിക്ക് വിശദീകരണം നൽകിയതിന് പിന്നാലെ. യൂറോ കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോരാട്ടം. സെമിയിൽ ഇംഗ്ലണ്ട് നെതർലൻഡ്സിനെ തോൽപ്പിച്ചു. കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് എതിരാളി കൊളംബിയ. ഉറുഗ്വേയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത ഒരു ഗോളിന്.